ഹായ് ഫ്രണ്ട്സ്, സുനിൽ അഗ്രിടെക്സ് യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 10 മണിച്ചെടി നമുക്ക് നല്ല ഭംഗിയായിട്ട് നടാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണിത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പഴയ ടി വിയുടെ കവറുണ്ടല്ലോ, അപ്പോൾ അത് മിക്ക വീടുകളിലും അത് വെറുതെ മൂലക്കിടാറാണ് പതിവ്. അപ്പോൾ ഇപ്പോൾ LED ടി വികളും LCD ടി വികളൊക്കെ വന്നതോട് കൂടിയിട്ട് നമ്മുടെ പഴയ ടി വികളൊക്കെ അതിൻ്റെയൊക്കെ സ്ഥാനം മാറിയിട്ടുണ്ട്. അതൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേടാകുമ്പോഴത്തേക്ക് എല്ലാവരും വലിച്ചെറിയുന്ന ഒരു രീതിയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ടി വിയുടെ കവറ് നമുക്ക് നല്ല ഭംഗിയുള്ള ഒരു ചെടിച്ചട്ടിയാക്കി മാറ്റാൻ പറ്റുന്നതാണ് 10 മണി നടാനുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു രീതിയിലുള്ള ഇതാണിത്, ഒരു പോട്ടാണിത്. അപ്പോൾ നമ്മൾ പലരും ഇതുപോലെ നടാറുണ്ടെങ്കിലും ഇതൊരു ബോൾ പോലെ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. നല്ല ഭംഗിയാണ് ഇങ്ങനെ നട്ടിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ ആദ്യം ഇതിൻ്റെ അടിയിൽ, ഈ കവറിൻ്റെ അടിയിൽ നമുക്ക് കുറച്ച് വെറും മണ്ണിട്ട് കൊടുത്താൽ മതി. നമ്മൾ പോട്ടി മിക്സ് ഒന്നും വേണമെന്നില്ല. എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പിന്നെ ഈ 10 മണിൻ്റെ വേര് അധികം താഴേക്ക് പോകാത്തത് കൊണ്ട് തന്നെ നമ്മൾ പോട്ട് മിക്സ് ഒക്കെ ഇതിൻ്റെ അകത്ത് ഫുള്ളായിട്ട് ഫില്ല് ചെയ്യണമെങ്കിൽ കുറേ ചാണകപ്പൊടിയോ അതുപോലെ തന്നെ ചകിരിച്ചോറൊക്കെ നമുക്ക് വെറുതെ ആവശ്യമില്ലാണ്ട് നമ്മൾ ഇതിൻ്റെ അടിയിലേക്ക് ഇട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഒന്നെങ്കിൽ അടിയിൽ എന്തെങ്കിലും തൊണ്ടൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ തേങ്ങേൻ്റെ തൊണ്ടൊക്കെ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മതി. അതല്ലെങ്കിൽ ഓടിൻ്റെ കഷ്ണമോ കല്ലോ എന്തെങ്കിലും ഇട്ടിട്ട് അല്ലെങ്കിൽ വെറും മണ്ണിട്ടിട്ട് നമുക്ക് ഈ അടിവശം ഒന്ന് ഫില്ല് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് മുകളിൽ കുറച്ച് ഒരു അടി ഉയരത്തിൽ മാത്രമേ നമുക്ക് പോട്ടിംഗ് മിക്സ് ആവശ്യമായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിതുപോലെ പോട്ടിംഗ് മിക്സ് തയ്യാറാക്കാനായിട്ട് കുറച്ച് പിന്നെ ചാണകപ്പൊടിയും അതുപോലെ തന്നെ ചകിരിച്ചോറും പിന്നെ മണ്ണുമായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ടി വിയുടെ ആ ഒരു സൈഡ് ഭാഗത്ത് കുറച്ച് ഭാഗം ഒരു കട്ടിങ് പോലെ ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ടൈലോ അതുപോലെ തന്നെ അല്ലെങ്കിൽ ഇതുപോലെ ഇല്ലിയുടെ എന്തെങ്കിലും ഒരു കഷ്ണമാറ്റ മുറിച്ചിട്ട് നമുക്കിതുപോലെ പീസാക്കിയിട്ട് ഈ ഭാഗം ബാക്ക് ഭാഗം ഒന്ന് നമുക്ക് അടച്ചു കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് വെറുതെ അതിൻ്റെ അകത്ത് എടുത്ത് വെച്ചാലും മതി. നമ്മൾ മണ്ണിട്ട് കഴിയുമ്പോൾ അതവിടെ സീറ്റിംഗ് ആയിട്ട് നിന്നോളൂ. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ഈ ബോൾ പോലെ ആക്കിയെടുക്കണമെങ്കിൽ നമ്മൾ വെറുതെ മണ്ണിട്ടിട്ട് നമ്മൾ ഇതിൽ നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു പ്രത്യേക ഭംഗിയൊന്നും ഉണ്ടാവില്ല. അതിങ്ങനെ ഒരു ചട്ടിയിൽ ഇങ്ങനെ പൂത്ത് നിൽക്കുന്ന പോലെ ഉണ്ടാവുള്ളൂ. പക്ഷെ നല്ല ഭംഗി വരണമെങ്കിൽ ഇതുപോലെ നമുക്ക് പഴയ ടൈലിൻ്റെ കഷ്ണമൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ ചെറിയ പെട്ടി പോലെ ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഉണ്ടാക്കി കൊടുക്കണം. അപ്പം നമുക്ക് പഴയ പിന്നെ ആവശ്യമില്ലാതെ കിടക്കുന്ന പിന്നെ ഓടോ അതല്ലെങ്കിൽ ഇതുപോലെ തന്നെ ടൈലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മുറിഞ്ഞ കഷ്ണങ്ങൾ മതി. നമ്മൾ മുറിച്ചെടുക്കണമെന്നൊന്നുമില്ല. അതിൻ്റെ ആ ഒരു ഷേപ്പിൽ ഒരു ചതുരം പോലെ കിട്ടിയാൽ മതി. അപ്പോൾ അത് നമുക്ക് അഡ്ജസ്റ്റ് ആക്കിയിട്ട് വെച്ച് കൊടുക്കാം. അപ്പം മിക്ക വീടുകളിലും പഴയ ടൈലിൻ്റെ കഷ്ണങ്ങളൊക്കെ ഉണ്ടാവും, അതല്ലെങ്കിൽ ഓടിൻ്റെ കഷ്ണമൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം. ഒരു പെട്ടി പോലെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ഈ പോട്ട് മിക്സ് കണ്ടോ, അധികം താഴേക്ക് അധികം ഇട്ട് കൊടുത്തിട്ടില്ല. നമുക്കൊരു അടി ഉയരത്തിൽ മാക്സിമം വേണ്ടി വരുള്ളൂ. അത്രയും ഉയരത്തിൽ കിട്ടിയാൽ മതി. അപ്പോൾ വെറുതെ നമ്മൾ കുറേ ഇതൊക്കെ ആക്കിയിട്ട് വേസ്റ്റ് ആക്കിയിട്ട് അതിൻ്റെ അടിയിലേക്ക് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമേ വരുന്നില്ല. ഈ ചെടിയുടെ പ്രത്യേകിച്ച് ഇതിൻ്റെ വേര് അധികം താഴേക്ക് പോകാത്തതുകൊണ്ട് തന്നെ അടിഭാഗത്തേക്ക് നമുക്ക് അങ്ങനെ വേണമെന്നില്ല. പിന്നെ ഈ ടി വിൻ്റെ കവറാകുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ സൈഡിലൊക്കെ ഇഷ്ടംപോലെ ഹോളുകൾ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ ഇത് വെള്ളം പുറത്തേക്ക് പോകാനുള്ള സൗകര്യം ശരിക്കും കിട്ടുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് വെറുതെ മണ്ണിട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഈ പെട്ടി പോലെ തയ്യാറാക്കിയതിൽ നമ്മളിതുപോലെ ഈ പോട്ട് മിക്സ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഈ പെട്ടി പോലെ തയ്യാറാക്കിയതിൻ്റെ നടുക്ക് നമുക്ക് ഒന്നെങ്കിലും ഒരു 4 ഇഞ്ചിൻ്റെ PVC പൈപ്പോ ഇതുപോലെ ചെറിയൊരു കഷ്ണം മുറിച്ചെടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെക്കാം. അതല്ലെങ്കിൽ ഈ സോഡേൻ്റെയൊക്കെ അല്ലെങ്കിൽ മിനറൽ വാട്ടറിൻ്റെയൊക്കെ വലിയ 1.5 ലിറ്ററിൻ്റെ 2 ലിറ്ററിൻ്റെ കുപ്പിയുടെ ഇതുണ്ടെങ്കിൽ അതും ഇതുപോലെ ഒരു കഷ്ണം മുറിച്ചിട്ട് വെച്ചാലും മതി. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നമ്മൾ ഒന്നും പൈസ കൊടുത്ത് വാങ്ങുന്നില്ല. എല്ലാം നമ്മൾ വേസ്റ്റായി കിടക്കുന്ന സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതിനൊരു പ്രത്യേകിച്ച് ഒരു ചിലവുമില്ല. നമുക്ക് ആ പോട്ടി മിക്സിന് തയ്യാറാക്കേണ്ട പിന്നെ ഇത് ചാണകപ്പൊടിയും അതുപോലെ തന്നെ ചകിരിച്ചോറും മാത്രം മതി. പിന്നെ ബാക്കി മണ്ണും ഇട്ടിട്ട് നമുക്ക് ഫില്ല് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് 10 മണിയുടെ ഇത് മുറിച്ചെടുക്കാം. തണ്ട് ഇതുപോലെ മുറിച്ചെടുക്കാം. അപ്പോൾ ഇത്ര നീളം വേണമെന്നൊന്നുമില്ല. നമുക്കൊരു 3-4 ഇഞ്ച് നീളത്തിൽ കിട്ടിയാലും മതി. അപ്പോൾ എങ്ങനെയായാലും ഇതുപോലെ നമുക്ക് വ്യത്യസ്ത കളറുകളാണെങ്കിൽ വ്യത്യസ്ത കളർ, ഇനി ഒരു കളറാണെങ്കിൽ ഒരു കളർ, എങ്ങനെ വേണമെങ്കിലും നമുക്ക് നട്ടു കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിനകത്ത് വ്യത്യസ്ത കളറുകളുടേതാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ അതാണെങ്കിൽ കുറച്ചും കൂടി ഭംഗിയായിരിക്കും. പലതരത്തിലുള്ള കളറുകൾ ഇങ്ങനെ മിക്സായിട്ട് നല്ല ഭംഗിയാണിത്. ഒരു ബോൾ പോലെ ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ നിറച്ച് പൂട്ട ഒരു വീഡിയോസ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അതെനിക്കത് നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ അത് ഭയങ്കര ഭംഗിയാണ്. അത് കണ്ടിരിക്കാൻ നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെയല്ല, നേരിട്ട് കാണുമ്പോൾ ഭയങ്കര ഭംഗിയാണ്. ഇരുന്ന ഒരു 10-500 പൂവൊന്നുമല്ല, അങ്ങനെ നിറയെ ഉണ്ടായിരുന്നു ഒരു സമയത്ത്. അപ്പോൾ നല്ല വെയിലുള്ള സമയത്താണ് ഇത് കൂടുതലായിട്ട് പൂക്കുക. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് കാര്യമായിട്ട് വേറെ വളങ്ങളൊന്നും ഇട്ട് കൊടുക്കേണ്ടതായിട്ട് വന്നിട്ട് തന്നെ ഇല്ല. നമ്മൾ ചെയ്യുന്നത് ഇത് കണ്ടോ, ഇതുപോലെ നട്ടു കൊടുക്കുന്നു. നട്ടു കൊടുത്തതിന് ശേഷം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നു. അപ്പോൾ ഒരു ദിവസത്തിൽ ഒരു നേരമൊക്കെ നമ്മൾ നനയ്ക്കാറുള്ളൂ.
നനച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 10-20 ദിവസം 25 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതുപോലെ നിറയെ ഇതിൻ്റെ അകത്ത് മുളയായിട്ട് വരും. അപ്പോൾ ഒരു 10 ദിവസമൊക്കെ കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് കൂടുതൽ നീണ്ട കമ്പൊക്കെ ആണെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ കുറേ ഇതായിട്ട് നിറയെ ഇങ്ങനെ സ്പ്രെഡായിട്ട് തിങ്ങി വരും ഇതിൻ്റെ അകത്ത്. കണ്ടോ, ഇതിപ്പോൾ അത്യാവശ്യം തിങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 10-20 ദിവസം കഴിഞ്ഞതിന് ശേഷമുള്ളതാണിത്. കണ്ടോ, ഇതിൻ്റെ അകത്തൊക്കെ നല്ല ഇടതൂർന്ന രീതിയിൽ നല്ലോണം തിങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ച് പിന്നെ ഈ ചാണകമില്ലേ, പച്ച ചാണകം നമുക്കൊന്ന് അതിൻ്റെ അകത്ത് കുറച്ച് യൂറിയയും കൂടി ഇട്ടിട്ടാണ്, നമ്മൾ വളവും കൂടി ഇട്ടിട്ടാണ് ഇത് ചെയ്യുന്നത്. അതിൻ്റെ അത് നേർപ്പിച്ച രീതിയിൽ ഇതിൻ്റെ ഉള്ളിൽ ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ വരും. അതല്ലെങ്കിൽ നമുക്ക് കുറച്ച് യൂറിയ വളം നമുക്ക് വളക്കടയിലൊക്കെ വാങ്ങാൻ കിട്ടും. അപ്പോൾ ഒരു പിടി വാങ്ങിയ രീതിൻ്റെ ഉള്ളിൽ ചോട്ട് കൂടി ഇട്ട് കൊടുക്കുക, നല്ലോണം വെള്ളം ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇതായി പൂത്ത് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നിറയെ മുട്ടുകളാണ്. അപ്പോൾ ഇത് കണ്ട് ശരിക്കും ഒരു ബോളിൻ്റെ ആകൃതിയിലേക്കാണ് ഇത് വന്നിരിക്കുന്നത്. നമ്മൾ ഈ ടി വിൻ്റെ കവർ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഇത് കാണാൻ പറ്റില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ഒടിഞ്ഞങ്ങ് തൂങ്ങിയിട്ട് ശരിക്കും ഒരു ബോൾ പോലെ കാണുമ്പോൾ ഒരു ബോൾ പോലെ ഉണ്ടാവും. ഫുള്ള് ഫില്ലായി വരും. വ്യത്യസ്ത കളറുകളാണ്. അപ്പോൾ നമുക്കൊരു 2-3 കളറൊക്കെ ഇതിനകത്ത് നട്ട് കൊടുത്താൽ മതി. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കൂടുതൽ കളറുകളായിട്ട് വരും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ 2 തരം കളറുകൾ തമ്മിലുള്ള പൂമ്പൊടികൾ തമ്മിൽ മുട്ടി നിന്നിട്ടുണ്ടെങ്കിൽ അത് വേറൊരു കളറായിട്ട് വരും. അങ്ങനെ ചിലപ്പോൾ ഒരു 2-3 കളറുകൾ നട്ടാൽ തന്നെ നമുക്ക് പിന്നീട് കുറച്ച് മാസം കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് കുറേ കളറുകൾ പുതുതായിട്ട് ഉണ്ടായി വരുന്നതാണ്. അപ്പോൾ കണ്ടോ, നല്ല ഭംഗിയായിരിക്കും ഇത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ പഴയ ടി വിയുടെ കവറുള്ളവരെല്ലാം ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. അത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും കൂടി ഒന്ന് ഓളാക്കണം. ഞാനിടുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു.